നമുക്ക് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ സംബന്ധിക്കുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് 1 നമ്മളുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ടൈപ്പാണ് തന്നേക്കുന്നത്. ലിസ്റ്റ് 2 അവരുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസാണ് തന്നേക്കുന്നത്. അപ്പം നമുക്കിതിനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചെയ്യേണ്ടത്. ഇവിടെ മോളിക്കുലർ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ഇവിടെ ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? മോളിക്കുലർ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വെരി ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഉള്ളവരാണ് മോളിക്കുലർ ക്രിസ്റ്റൽസ്. വാട്ടർ പോലെയുള്ള അല്ലെങ്കിൽ ഡ്രൈ ഐസ് പോലെയുള്ളവരൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇനി നമ്മുടെ കോവാലൻ ക്രിസ്റ്റൽസ് എടുക്കുകയാണെങ്കിൽ കോവാലൻ ക്രിസ്റ്റൽസ് എങ്ങനെയുള്ളവരാണ്? അവർക്ക് വെരി ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഉള്ളവരാണ് കോവാലൻ ക്രിസ്റ്റൽസ്. നമ്മുടെ ഡയമണ്ട് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്? കോവാലൻ ക്രിസ്റ്റൽസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇനി മെറ്റാലിക് ക്രിസ്റ്റൽസ് എടുക്കുകയാണെങ്കിൽ മെറ്റാലിക് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ ഗുഡ് കണ്ടക്ടേഴ്സ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ആണ്. നമ്മളുടെ ഗോൾഡ് പോലെയുള്ള ആൾക്കാരൊക്കെ മെറ്റാലിക് ക്രിസ്റ്റൽസിന് എക്സാമ്പിൾ ആണ്. ഇനി അയോണിക് ക്രിസ്റ്റൽസ് എടുക്കുകയാണെങ്കിൽ അവർ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ഓൺലി ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ആണ്. സോഡിയം ക്ലോറൈഡ് പോലെയുള്ള ആൾക്കാർ അതിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏത് വരും? സി വരും.